പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ജൂലൈ മാസം 28 ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് തന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? കരങ്ങളൊന്ന് ഉയർത്തി പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എത്ര വിധമായ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു, എത്ര വിധമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, എല്ലായിടത്തും കർത്താവ് നമ്മളെ കരുതി, കർത്താവ് നമ്മളെ പരിപാലിച്ചു. ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ തന്നു. എല്ലാത്തിനും കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം, 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചില്ലേ? അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം, 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു എന്ന് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കർത്താവാണ് എന്നെ രാവിലെ ഉണർത്തിയെന്ന് ബോധ്യമുള്ളവർ ആ കൈകൾ രണ്ടും ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം, 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ഇന്ന് പകൽക്കാലം നമ്മളെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുന്ന, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തിലേക്ക് നടത്തുന്ന, അവൻ തന്റെ വഴിയും കോലും കൊണ്ട് നമ്മളെ ആശ്വസിപ്പിക്കുന്ന നല്ല കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നു, സങ്കീർത്തനം 28 പറയുന്നു, 28:6, യഹോവ വാഴ്ത്തപ്പെട്ടവനാകട്ടെ, കർത്താവിന്റെ യാചനകളുടെ ശബ്ദം കേട്ടിരിക്കുന്നു. യഹോവ എന്റെ ബലവും എന്റെ പരിചയമാകുന്നു. എന്റെ ഹൃദയം കർത്താവിങ്കിൽ ആശ്രയിച്ചു, എനിക്ക് സഹായം ലഭിച്ചു. അതുകൊണ്ട് എന്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിലും പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക, പാട്ടോടെ കർത്താവിനെ സ്തുതിക്കണം. അപ്പൊ ദൈവസന്നിധിയിൽ പാട്ട് പാടുന്നത് വളരെ പ്രാധാന്യമാണ്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിലും ദൈവമക്കളെ അല്പസമയം നിങ്ങൾ പാട്ടുകളൊക്കെ പാടി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. കരങ്ങളെ ഉയർത്തുകയും പറഞ്ഞ്, യാഹു നല്ല ഇടയൻ, എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. യാഹു നല്ല ഇടയൻ, എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. ഓ യാഹു നല്ല ഇടയൻ, എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. തുടർന്ന് നിങ്ങൾ പാടിക്കോ കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകട്ടെ. ശരീരത്തിൽ ആരോഗ്യമുണ്ടാകട്ടെ. ഇവരുടെ ജോലി സ്ഥലത്ത് ദൈവിക മഹിമ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഇവരുടെ ബിസിനസ്സിൽ ഉയർച്ചകൾ ഉണ്ടാകട്ടെ. ശത്രുവിന്റെ പദ്ധതികളെ ഞങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മുന്നേറുവാൻ ഓരോരുത്തർക്കും ഭാഗ്യം കൊടുക്കണം. ഒരാൾ പോലും കർത്താവിൽ നിറവില്ലാത്തവരായി ജീവിക്കണം. എല്ലാവരും ആത്മാവിന്റെ നിറവിൽ ജീവിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ജീവിക്കട്ടെ. പുതുബലത്തിൽ ജീവിപ്പാൻ കർത്താവ് സഹായിക്കണം. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ അവൻ തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യണം. സാഹചര്യങ്ങളില്ലെന്ന് എല്ലാവരും പറഞ്ഞെടുത്ത്, ഒരു മാർഗവും കാണുന്നില്ലെന്ന് പറഞ്ഞെടുത്ത് ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. വഴികളെ തുറന്നു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. അത്ഭുതങ്ങൾ നടത്തി കൊടുക്കുന്നതിനായിട്ട് നന്ദി പറയുന്ന കർത്താവേ. ആമേൻ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ആമേൻ ഞങ്ങളുടെ പിതാവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്റെ മക്കൾക്ക് വേണ്ടി ചില അത്ഭുതങ്ങളുടെ വാതിലുകൾ, അത്ഭുതങ്ങളുടെ പ്രൊവിഷനുകൾ ഇന്ന് നടക്കട്ടെ. ഇതുവരെ നടക്കാത്തത് ഇന്ന് നടക്കുന്നതിന് സ്തോത്രം ചെയ്തു. ആമേൻ. യാത്ര സംബന്ധമായ ആവശ്യങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ അതിന്റെ എല്ലാ ക്ലിയറൻസും ഇപ്പോൾ നസ്രനായ യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ. ഡോക്യുമെന്റ്സുകൾ റെഡിയാകട്ടെ, വിസകൾ റെഡിയാകട്ടെ, പാസ്പോർട്ടിന്റെ ആമേൻ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടട്ടെ. ദൈവിക അത്ഭുതം യാത്രാ മേഖലയിൽ ഇന്ന് പകൽക്കാലം യേശുവിൻ നാമത്തിൽ സംഭവിച്ചിരിക്കുന്നതിന് സ്തോത്രം ചെയ്തു. അതുപോലെ കർത്താവെ, അഡ്മിഷന്റെ വിഷയത്തിൽ കർത്താവ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും നന്ദി. ദൈവകൃപ അഡ്മിഷന്റെ വിഷയത്തിൽ ഇറങ്ങിയിരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഈ പകൽക്കാലം ദൈവത്തിന്റെ സാന്നിധ്യം തന്നെ കുഞ്ഞുങ്ങൾ അനുഭവിക്കട്ടെ. ലോകത്തെമ്പാടും സഭായോഗങ്ങൾ നടക്കുമ്പോൾ ആത്മപകർച്ച എല്ലായിടത്തും നടക്കട്ടെ. എല്ലായിടത്തും ആത്മാവിന്റെ പകർച്ച നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും പുകഴ്ച യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങൾ എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ രാത്രി ഇന്ത്യൻ സമയം
9:30 നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കുക, അതിനകത്ത് പങ്കെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും അനുഗ്രഹമാകും. ഇന്ന് പകൽക്കാലം നിങ്ങൾ നാളത്തെ മീറ്റിംഗിന് വേണ്ടി പ്രാർത്ഥിക്കണം. അത് മാത്രമല്ല, നിങ്ങൾക്ക് അറിയാവുന്നവരോടൊക്കെ പറയണം, ഇങ്ങനൊരു മീറ്റിംഗ് ഉണ്ട്, ഞങ്ങളത് പങ്കെടുത്തു, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്, അതുകൊണ്ടാണല്ലോ നിങ്ങൾ പങ്കെടുക്കുന്നത്. അപ്പൊ നിശ്ചയമായിട്ടും മറ്റുള്ളവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന വേഗത്തിൽ നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ഉൽപ്പത്തി പുസ്തകം അതിന്റെ 7-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം. ഭൂമിയിൽ മനുഷ്യനും മൃഗങ്ങളും ഇഴജാതിയും ആകാശത്തിലെ പറവുകളുമായി ഭൂമിയിൽ ഉണ്ടായിരുന്ന സകല ജീവജാലങ്ങളും നശിച്ചുപോയി. അവ ഭൂമിയിൽ നിന്ന് നശിച്ചുപോയി. നോഹയും അവനോടുകൂടെ പെട്ടകത്തിൽ ഉണ്ടായിരുന്നവരും മാത്രം ശേഷിച്ചു. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ പഴയ നോഹ അപ്പച്ചന്റെ കാര്യമാണ്. ആമേൻ, ആമേൻ. ദൈവശബ്ദം കേട്ട് നോഹ പെട്ടകമുണ്ടാക്കി. അതുവരെ കണ്ടിട്ടില്ലാത്ത, അതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് ദൈവം നോഹയോട് പറഞ്ഞത്. നോഹേ, ഞാൻ ഭൂമിയിൽ മഴ പെയ്യിക്കാൻ പോവാ, ഞാൻ ഈ ഭൂമിയിലെ സകല മനുഷ്യരെ നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞു. എനിക്ക് പക്ഷെ നിന്നോടൊരു പ്രത്യേകതയുണ്ട്, നിന്നോട് എനിക്ക് ദയവ് തോന്നി, അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യും, നിന്നോട് ദയവ് തോന്നിയത് കൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ മഴ പെയ്യിക്കും. പക്ഷെ നീ ഒരു പെട്ടകം പണിയണം. ഞാൻ കാണിച്ചു തരുന്ന മാതൃക പ്രകാരം നീ ഒരു പെട്ടകം പണിയണം. ആ പെട്ടകത്തിൽ ആമേൻ എന്ത് ചെയ്യണം? ആ പെട്ടക 1-ാം വാക്യം അങ്ങനെ പറയുന്നത്. അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ച, നീയും സർവ്വകുടുംബമായി പെട്ടകത്തിൽ കടക്കുക, ഞാൻ നിന്നെ ഈ തലമുറയിൽ എന്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. അപ്പൊ സകലത്തെയും നശിപ്പിക്കുന്നതിന് മുമ്പ് ദൈവം നോഹയ്ക്ക് ഒരു ആലോചന കൊടുത്തു. നോഹയെ, ഞാൻ ഭൂമിയിൽ മഴ പെയ്യിക്കും, ഞാൻ മഴ പെയ്യിക്കുമ്പോൾ ഭൂമിയിലെ സകലതും നശിച്ചു പോകും. എന്നാൽ നീ ഒരു പെട്ടകം ഉണ്ടാക്കിയിട്ട് ആ പെട്ടകത്തിനകത്ത് നീയും നിന്റെ കുടുംബവും സുരക്ഷിതമായി കയറിയിരിക്കണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മളെ ഓർപ്പിക്കുന്നത് ആമേൻ ദൈവിക സംരക്ഷണത്തെയും ദൈവിക കരുതലിനെയും കുറിച്ചാണ്. ആമേൻ. കർത്താവ് എല്ലാ തലമുറകളിലും ദൈവം തന്റെ ജനത്തെ കരുതുവാൻ, തന്റെ ജനത്തെ സൂക്ഷിക്കുവാനായി ദൈവിക പദ്ധതികൾ ഒരുക്കും. നമുക്കറിയാം, ഞാങ്ങണപ്പെട്ടകത്തിനകത്തൂടെ നോഹയെ ദൈവം പുറത്തു കൊണ്ടു. ഇതുപോലെ ഓരോ കാലഘട്ടത്തിലും ഓരോ സാഹചര്യങ്ങളിലും ആമേൻ ദൈവം അതാത് സമയങ്ങളിൽ അതാത് ദൈവിക പദ്ധതികൾ ഒരുക്കും. വേറൊരു പദ്ധതിയായിരുന്നു ആമേൻ കുഞ്ഞാടിന്റെ രക്തത്താൽ കട്ടളങ്ങളെ ഉമ്മറപ്പടികളുടെ മേലും മുദ്ര വെച്ചു. അപ്പോൾ എന്ത് പറ്റി? അന്നത്തെ കാലത്ത് മിസ്രയീം മുഴുവനും ആമേൻ കടിഞ്ഞൂലുകളുടെ സംഹാരം നടക്കുമ്പോൾ ആമേൻ ദൈവമക്കൾക്ക് സംരക്ഷണം ലഭിച്ചു. ഇതുപോലെ നോഹയുടെ പെട്ടകം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിഴലാണ്. ആ യേശു ക്രിസ്തു ആകുന്ന പെട്ടകത്തിനകത്ത് പ്രവേശിച്ചിരിക്കുന്ന ഓരോരുത്തരും ഈ ലോകത്തിലെ സകല വിഷയങ്ങളിൽ നിന്നും അവൻ വിടുവിക്കപ്പെടുകയും നിത്യജീവന് അവകാശികളായി തീരുകയും ചെയ്യും. അതാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 4-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. അത് ഈ തിരുവെഴുത്ത് വായിക്കുമ്പോൾ ഓർത്തോണം, ഈ അന്ത്യകാലത്ത് പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവാകുന്ന പെട്ടകത്തിനകത്താണോ നിങ്ങൾ സുരക്ഷിതരാണ്. ഹല്ലേലൂയ. നിങ്ങൾ സുരക്ഷിതരാണ്. ഹല്ലേലൂയ. നിങ്ങൾ സുരക്ഷിതരാണ്. ഇന്നുവരെയും ആ പെട്ടകത്തിനകത്ത് പ്രവേശിക്കാൻ പറ്റിയിട്ടില്ലയോ? ഇന്ന് യേശു ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ച് ആ പെട്ടകത്തിനകത്തേക്ക് പ്രവേശിക്കുക. നിങ്ങൾ ഏത് പ്രതിസന്ധി നടുവിലും സുരക്ഷിതരായിരിക്കും. ആ നിത്യജീവനെ പ്രാപിക്കുവാൻ കഴിയും. അപ്പം ഇന്ന് പെട്ടകത്തിനകത്ത് ആയിരിക്കുന്ന ഓരോരുത്തർക്കും ഒരു ബോധ്യം വേണം. എന്റെ വശത്ത് 1000 വീണാലും എന്റെ വലത്തുവശത്ത് 10,000 വീണാലും അത് എന്റെ അടുക്കിലേക്ക് അടുത്തു വരത്തില്ല. ഞാൻ എന്റെ കണ്ണുകൊണ്ട് തന്നെ നോക്കി ദുഷ്ടന്മാരുടെ പ്രതിഫലം കാണും. യഹോവ എന്റെ സങ്കേതമാകുന്നു, ഞാൻ അത്യുന്നതന്റെ രഹസ്യ സ്ഥലത്തായിരിക്കുന്നു. അതാണ് ക്രിസ്തുവിൽ ആകുക എന്ന് പറഞ്ഞാൽ. ക്രിസ്തുവിൽ ആകുക എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല അതിന്റെ അർത്ഥം. അതായത് നീ ഒരു സുരക്ഷിത സ്ഥാനത്തേക്കായി, നമ്മൾ അവനിലായി, അവൻ നമ്മളിലുമായി. അപ്പം ഒരു 91-ാം സങ്കീർത്തനം പറയുന്നത് അത്യുന്നതന്റെ രഹസ്യ സ്ഥലമാണ്. ഇന്ന് അത്യുന്നതന്റെ രഹസ്യ സ്ഥലം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവാകുന്ന പാറപ്പിളർപ്പിനകത്ത്, അല്ലെങ്കിൽ ക്രിസ്തുവാകുന്ന പെട്ടകത്തിനകത്ത് അവൻ ഞാനും നിങ്ങളും സുരക്ഷിതരാക്കി ആയിരിക്കിയാൽ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. പിതാവ് നമുക്ക് വേണ്ടി ഒരുക്കിയ സുരക്ഷിതമായ പെട്ടകമാണ് ക്രിസ്തു. അതിനകത്ത് നിങ്ങൾ സുരക്ഷിതരാണ്. എപ്പോഴും പറയണം, ഞാൻ ക്രിസ്തുവാകുന്ന പെട്ടകത്തിനകത്ത് ഞാൻ സുരക്ഷിതനാണ്. ഹല്ലേലൂയ. ഇന്ന് ആ ഒരു സുരക്ഷിത പെട്ടകത്തിനകത്തേക്ക് പ്രവേശിക്കാത്ത ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആമേൻ യേശുവിനെ സ്വീകരിക്കുക. ആ പെട്ടകത്തിനകത്തേക്ക് പ്രവേശിക്കുക. ആ പെട്ടകത്തിനകത്ത് നിങ്ങൾക്ക് സുരക്ഷിതത്വമുണ്ട്. ദൈവം നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. പെട്ടകത്തിനകത്തായിരിക്കുന്ന നിങ്ങൾക്ക് ആ ഒരു ബോധ്യം വേണം, ഞാൻ ക്രിസ്തുവാകുന്ന പെട്ടകത്തിനകത്താണ്. ആമേൻ. പുറത്ത് നോഹയുടെ പെട്ടകത്തിനകത്തിരിക്കുമ്പോൾ പുറത്ത് ഭയങ്കര പ്രശ്നങ്ങളാണ്, ഭയങ്കര പ്രതികൂലങ്ങളാണ്, ഭയങ്കരമായ വെള്ളപ്പൊക്കം നടക്കുന്നു, ആകെ കലുഷിതമായിരിക്കുന്ന അനുഭവങ്ങൾ. പക്ഷെ അതിന് നടുവിൽ പെട്ടകത്തിനകത്ത് എല്ലാം സ്വസ്ഥമായിരുന്നു, എല്ലാം സുരക്ഷിതമായിരുന്നു. ഇതാണ് പെട്ടകത്തിനകത്തുള്ള അനുഭവം എന്ന് പറയുന്നത്.
അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പെട്ടകത്തിനകത്ത് കയറിയ ദൈവമക്കളെ ഓർത്ത് സ്തോത്രം. ആമേൻ. ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അതൊന്നും ദൈവമക്കളെ ബാധിക്കത്തില്ല. കാരണം നിങ്ങൾ പെട്ടകത്തിനകത്തായിരിക്കുന്നത്. പെട്ടകത്തിനകത്ത് സമൃദ്ധിയുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്, ആമേൻ, ആനന്ദമുണ്ട്. ഹല്ലേലൂയ. ആ പെട്ടകത്തിനകത്ത് കയറിയവർക്കായി സ്തോത്രം. ആ പെട്ടകത്തിനകത്ത് സുരക്ഷിതരാക്കി കർത്താവ് വെച്ചിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും, നമ്മൾ ഉയർച്ച പ്രാപിക്കും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനന്റ്ലി ബ്ലസ്ഡ് and highly favored. God bless you. God bless you. God bless you.